ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. അതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഏകദേശം 19,000 മുതൽ 25,000 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ബസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് അതോറിറ്റി കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ദേശീയ ജലവികസന ഏജൻസിയിലേക്ക് വേണ്ടിയിട്ടാണ് ബസിൽ വഴി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ വ്യത്യസ്തമായുള്ള സ്ഥാപനങ്ങളിലേക്ക് ബസിൽ വഴി റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 2 വേക്കൻസിയാണ്. ഇതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് ടൈപ്പിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. അതിലേക്ക് 24,648 രൂപയായിരിക്കും ശമ്പളം ലഭിക്കാം. പിന്നെ MTS സെമി സ്കിൽഡ് വിഭാഗത്തിലേക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് മൊത്തം പറഞ്ഞിരിക്കുന്നത് 4 വേക്കൻസിയാണ്. 19,000 മുതൽ 22,000 രൂപ വരെയായിരിക്കും അതിലേക്ക് ശമ്പളം ഉണ്ടായിരിക്കാം. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഗ്രാജുവേഷൻ ആൻഡ് ടൈപ്പിംഗ് ആണ് ഇംഗ്ലീഷ്. അതിലേക്ക് 24,648 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ basil.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാം. താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏകദേശം 9/7/2024 വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം. Thank you for watching. Have a nice day.